എം.ആർ. അജിത് കുമാറിനെതിരായി വിജിലൻസ് കോടതി ഉത്തരവ് ഹൈക്കോടതി സ്റ്റേ ചെയ്തു. വിജിലൻസ് കോടതിയുടെ തുടർ നടപടികൾ തടഞ്ഞു. നടപടിക്രമങ്ങളിൽ പ്രഥമ ദൃഷ്ട്യാ വീഴ്ചയുണ്ടെന്നും ഹൈക്കോടതി പറഞ്ഞു. വിവരങ്ങളുമായി സാലി മുഹമ്മദ് തന്നെ ചേരുകയാണ്. സാലി, എന്താണ് ഇന്ന് കോടതി ഈ അജിത് കുമാറിന്റെ കേസുമായി ബന്ധപ്പെട്ട് പറഞ്ഞത്? വീഴ്ച പറ്റിയിട്ടുണ്ട് നടപടിക്രമങ്ങളിൽ, അല്ലേ? അതായത് ഈ എം.ആർ. അജിത് കുമാർ കോടതിയെ സമീപിക്കാനുള്ള ഒരു സാഹചര്യം പറയാം. എം.ആർ. അജിത് കുമാറിനെതിരെ ഒരു പരാതി അനധികൃത സ്വത്ത് സമ്പാദനത്തിന് ലഭിക്കുന്നു. വിജിലൻസിലേക്ക് ചെല്ലുന്നു. വിജിലൻസ് അത് അന്വേഷിച്ചിട്ട് അതിൽ കഴമ്പില്ല എന്ന് കണ്ടെത്തി റെഫർ ചെയ്ത് കളയുന്നു. പക്ഷേ വിജിലൻസ് കോടതിയിൽ മറ്റൊരാളെ സമീപിക്കുകയും വിജിലൻസ് കോടതിയിൽ ആ റെഫർ ചെയ്ത് കളഞ്ഞ നടപടി, അതായത് ഈ കേസില്ല എന്ന് പറഞ്ഞ വിജിലൻസ് അന്വേഷണ സംഘത്തിൻ്റെ നടപടി റദ്ദാക്കിക്കൊണ്ട് അന്വേഷണത്തിലേക്ക് കടക്കാൻ നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു. അതാണ് അതിൻ്റെ ഒരു പശ്ചാത്തലം. അതിനെതിരെയാണ് എം.ആർ. അജിത് കുമാർ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നത്. എം.ആർ. അജിത് കുമാർ പറഞ്ഞത് ഈ കോടതി നടപടികൾ വിശദമായി പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. മാത്രമല്ല, കോടതി കാര്യങ്ങൾ പരിശോധിക്കാതെയാണ് തനിക്കെതിരായ ഒരു അന്വേഷണത്തിന് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. കൃത്യമായ ഒരു അന്വേഷണം വിജിലൻസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായതാണ്. താൻ അതിൽ ഏതെങ്കിലും തരത്തിലുള്ള അനധികൃത സ്വത്ത് സമ്പാദിച്ചു എന്ന് വിജിലൻസിന് കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യത്തിലാണ് കേസില്ല എന്ന് വിജിലൻസ് തീരുമാനത്തിലേക്ക് എത്തിയത്. പക്ഷേ അത് പരിശോധിക്കാതെ, രേഖകളൊന്നും കൃത്യമായി പരിശോധിക്കാതെ വിജിലൻസ് കോടതി തനിക്കെതിരെ അന്വേഷിക്കണം എന്ന് ഒരു ഉത്തരവ് നൽകുകയാണ് ഉണ്ടായത്. അത് നിയമപരമല്ല. വിജിലൻസ് കോടതിയുടെ ഉത്തരവ് നിയമപരമല്ല. കാര്യങ്ങൾ പരിശോധിക്കാതെയും പരിഗണിക്കാതെയുമാണ്, വസ്തുതകൾ മറച്ചു വെച്ചുകൊണ്ടുള്ള ഒരു ഉത്തരവാണ് തിരുവനന്തപുരം വിജിലൻസ് കോടതിയിൽ നിന്നുണ്ടായത്. അതുകൊണ്ട് അത് റദ്ദാക്കണം എന്നുള്ളതായിരുന്നു എം.ആർ. അജിത് കുമാറിൻ്റെ ആവശ്യമെന്ന് പറയുന്നത്. ആ ഹർജിയാണ് ഇപ്പോൾ കോടതി താൽക്കാലികമായി ഒരു സ്റ്റേ നൽകിയിട്ട്, അതായത് തുടർന്ന് ഇപ്പോൾ ഒരു അന്വേഷണത്തിലേക്ക് പോകേണ്ട കാര്യമില്ല. വിജിലൻസ് കോടതിയുടെ എല്ലാ തുടർ നടപടികളും തടഞ്ഞു. അതിന് കാരണം എം.ആർ. അജിത് കുമാർ ചൂണ്ടിക്കാട്ടിയ കാര്യം തന്നെയാണ് ഹൈക്കോടതി അംഗീകരിച്ചിരിക്കുന്നത്. വിജിലൻസ് കോടതിയുടെ നടപടിക്രമങ്ങളിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അക്കാരണത്താൽ ഇതുമായി മുന്നോട്ട് പോകാനാവില്ല. വിജിലൻസ് കോടതിയുടെ എല്ലാ തുടർ നടപടികളും തടഞ്ഞിരിക്കുന്നു. അതിനർത്ഥം എം.ആർ. അജിത് കുമാറിനെതിരെ വിജിലൻസ് അന്വേഷണം ആവശ്യമില്ല എന്ന് സംസ്ഥാന വിജിലൻസ് ഉദ്യോഗസ്ഥരുടെ കണ്ടെത്തൽ അത് തന്നെ ഹൈക്കോടതിയും പ്രാഥമികമായി ശരിവച്ചിരിക്കുന്നു എന്ന് പറയാം. ഏതായാലും ഇനി വിശദമായി വാദം കേൾക്കേണ്ടതുണ്ട് ഹൈക്കോടതിക്ക് അടക്കം. ഇനി തൽക്കാലത്തേക്ക് എം.ആർ. അജിത് കുമാറിനെതിരെ വിജിലൻസ് അന്വേഷണം ഈ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ സാധ്യമാവില്ല എന്നുള്ളതാണ് സാഹചര്യം. ശരി, എം.ആർ. അജിത് കുമാറിനെതിരായ വിജിലൻസ് കോടതിയുടെ നടപടിക്രമങ്ങളിൽ വീഴ്ചയുണ്ടെന്ന് ഹൈക്കോടതി വിലയിരുത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ കേസ് സ്റ്റേ ചെയ്തിരിക്കുന്നു. വിവരങ്ങളാണ് സാലി മുഹമ്മദ് നൽകിയത്.